ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. നമ്മളിപ്പോൾ ഈ ദുരന്തമൊക്കെ നടക്കുന്ന സമയത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഒരുപാട് മനുഷ്യർ പ്രയത്നിക്കുന്നുണ്ട്. മറ്റുള്ള ആൾക്കാരെ സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും നല്ല എന്താ പറയുക അപകടം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് മനുഷ്യർ പ്രയത്നിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മെഷീനറീസിൻ്റെ ആവശ്യമുണ്ട്. മെഷീനറീസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം വേണ്ടിയിരിക്കുന്ന കാര്യമാണ് വാഹനം. വാഹനം എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സാധാരണ വാഹനങ്ങൾ കൊണ്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അത്യാവശ്യം എന്താ പറയുക നമ്മൾ കാണുന്നതാണ് ഓഫ് റോഡിങ് ജീപ്പുകൾ, അല്ലെങ്കിൽ അതുപോലെ മോഡിഫൈ ചെയ്ത ചില വണ്ടികളും പോയി അവിടുന്ന് ആൾക്കാരെ കൂട്ടി തിരിച്ചു വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മോഡിഫൈഡ് വണ്ടികളൊന്നും എന്താ പറയുക അനുവദിക്കത്തില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണ്. മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കൃത്യമായിട്ട് ഉതകുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് ചിലപ്പം നമ്മളെ സഹായിക്കുന്ന അങ്ങനത്തെ വണ്ടികളാണ്. അപ്പം എന്താ പറയുക നമ്മൾ MVD അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ചിലപ്പം ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന മോഡിഫിക്കേഷൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നുള്ള കാര്യം വരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ അപകടങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു മോഡിഫൈ ചെയ്ത വണ്ടി കൊണ്ട് ആർക്കും യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അത്യാവശ്യം എന്താ പറയുക ഇപ്പോൾ ഈ മോഡിഫൈ ചെയ്ത വണ്ടികൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറയുന്നത് ജീപ്പാണ്. ജീപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പഴയ ജീപ്പുകൾ ഇച്ചിരി ടയറിന് വണ്ണം കൂട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇച്ചിരി ഇത് പൊക്കിയോ ജീപ്പിൻ്റെ സാധാരണ രീതിയിൽ നിന്ന് നല്ല ഇച്ചിരി ഹൈറ്റൊക്കെ വെച്ച് ശകലം മോഡിഫൈ ചെയ്ത ഓഫ് റോഡിങ് ജീപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള വണ്ടികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കേണ്ട കാര്യമാണ്. ഈ വക വണ്ടികളൊക്കെ നിരത്തിലിറക്കുന്നവർക്ക് പിഴ അടയ്ക്കണമെന്ന്. കാരണം അങ്ങനെ പിഴ അടയ്ക്കുന്ന ആളുകൾ ആയിരിക്കും ചിലപ്പം നമുക്കൊരു നിസ്സഹായ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെയുള്ള വണ്ടികളിൽ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വണ്ടികളുടെ ആവശ്യകത പല സാഹചര്യങ്ങളിലും നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇങ്ങനെയുള്ള ഓഫ് റോഡിങ് വണ്ടികൾ സത്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ദുരന്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ മനസ്സും കൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും എന്താ പറയുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അവർ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അവർ ചിലപ്പം നോക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ വന്ന് ഈ മോഡിഫൈ ചെയ്ത ജീപ്പോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഒരുപാട് ഉപകാരമുണ്ട് ആ വണ്ടി കൊണ്ട്. അപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വണ്ടികൾ നിരത്തിൽ ഓടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെയേറെ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് ഇങ്ങനെയുള്ള ഓഫ് റോഡിങ് ജീപ്പുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളും ഒക്കെ നിരത്തിലിറക്കുന്നത് കൊണ്ട്.